4 കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യനിലുണ്ടായാൽ അവൻ വിജയിക്കും. പാരത്രിക ലോകത്ത് വിജയിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ ഉണ്ടാവേണ്ട 4 ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതിൽ ആദ്യമായിട്ട് ഒന്നാമത്തേത് അമാനത്താണ്, വിശ്വസ്തത. വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കണം. ഒരിക്കലും അവൻ മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിക്കാത്ത, വിശ്വാസമുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ കൊള്ളുന്ന മനുഷ്യനായിരിക്കണം. ആ സ്വഭാവം അവനിലുണ്ടെങ്കിൽ അവൻ 4 ഗുണങ്ങളിൽ നിന്ന് 1 കരസ്ഥമാക്കി. രണ്ടാമതാവട്ടെ സത്യസന്ധനായിരിക്കണം. സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളവ് പറയാത്ത, ഒരാളോട് നുണ പറയാത്ത, ഒരു സന്ദർഭത്തിലും നുണ പറയാത്ത ആള്. പലപ്പോഴും പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം അവൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ അവർ കളവ് പറഞ്ഞതായിക്കൊണ്ട്, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് കളവുകൾ പറയുന്നതായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിലൂടെയൊക്കെ എവിടെയാണ് നീ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ഉള്ള സ്ഥലം മാറ്റി മറ്റ് സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നവന് അറിയാൻ പോലും കഴിയുകയില്ല. അത്രയും വലിയ നുണകൾ ഫോണിലൂടെയൊക്കെ തട്ടിവിടുന്നവരെ നമുക്കറിയാം. അപ്പോൾ കളവ് പറയാതിരിക്കുക എന്നുള്ളത് പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യമായിക്കൊണ്ട് നമ്മൾ പറയുന്നത് നല്ല സ്വഭാവമുള്ള ആള്, ഹുസ്നുൽ ഖുൽഖ്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം, സൽസ്വഭാവിയായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പാരത്രിക ലോകം ലഭിക്കാൻ, പാരത്രിക ലോകത്തിൽ വിജയം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽഗുണമാണ് സൽസ്വഭാവിയായിരിക്കുക എന്നുള്ളത്. നാലാമതായിക്കൊണ്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാലാമത്തെ കാര്യം ഹലാലായ ഭക്ഷണം കഴിക്കുന്ന, ഹലാലായ വിഭവങ്ങൾ ആസ്വദിക്കുന്ന, ഹലാലായ വസ്ത്രം ധരിക്കുന്ന മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ജീവിതം ഹലാലായിരിക്കണം. ഹലാലായ ഭക്ഷണം, വെള്ളം, മറ്റു കാര്യങ്ങളൊക്കെ അനുവദനീയമായത്, അന്യരുടേത് അപഹരിച്ചതാവാതിരിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കുമ്പോൾ, ഒരു മനുഷ്യനിലുണ്ടായാൽ അവന് പാരത്രിക ലോകം കരസ്ഥമാക്കുന്നതിനേക്കുള്ള 4 കാര്യങ്ങൾ സമ്പാദിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മറ്റു കാര്യങ്ങളുമായി കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.